أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أنشأنا من بعدهم قرنا آخرين فأرسلنا فيهم رسولا منهم أن اعبدوا الله ما لكم من إله غيره أفلا تتقون. وقال الملأ من قومه الذين كفروا وكذبوا بلقاء الآخرة وأترفناهم في الحياة الدنيا ما هذا إلا بشر مثلكم يأكل مما تأكلون منه ويشرب مما تشربون ولئن أطعتم بشرا مثلكم إنكم إذا لخاسرون. أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. هيهات هيهات لما توعدون. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന ഈ അധ്യായത്തിലെ 31 മുതൽ 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أنشأنا من بعدهم قرنا آخرين. ثم أنشأنا, പിന്നീട് നാം വളർത്തിക്കൊണ്ടുവന്നു, മിംബഅദിഹിം, അവർക്ക് ശേഷം, കർണൻ ആഖരീൻ, മറ്റൊരു തലമുറയെ. പിന്നീട് നാം അവർക്ക് ശേഷം മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു. ഫഅർസൽനാ ഫീഹിം റസൂലൻ, എന്നിട്ട് അവരിലേക്ക് നാം ഒരു ദൂതനെ പറഞ്ഞയച്ചു. മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള. പിന്നീട് നാം അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ പറഞ്ഞയച്ചു. അനി അഅ്ബുദുല്ലാഹ, അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? വഖാലൽ മലഉ മിൻഹും മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയിലുള്ള പ്രമാണിമാർ അവർ പറഞ്ഞു. അല്ലദീന കഫറു, സത്യനിഷേധികളായ, വകദബു ബിലിഖായിൽ ആഖിറത്തി, പരലോകത്ത് കണ്ടുമുട്ടേണ്ടി വരുമെന്നതിനെ നിഷേധിക്കുന്നവരായ, വഅത്റഫ്നാഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ നാം സുഖാഡംബരങ്ങൾ ഒരുപാട് നൽകിയിട്ടുള്ളവരുമായ ആ പ്രമാണിമാർ അവർ പറഞ്ഞു, മാ ഹാദ ഇല്ല ബശറും മിസ്ലുക്കും, ഇദ്ദേഹം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ അല്ല ഇയാൾ. യൗക്കുലു, അദ്ദേഹം ഭക്ഷിക്കുന്നുണ്ട്, മിമ്മാ തൗക്കുലൂന, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ തന്നെ. യൗക്കുലു, അദ്ദേഹം ഭക്ഷിക്കുന്നു, മിമ്മാ തൗക്കുലൂന മിൻഹു, നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന്. വയശ്രബു മിമ്മാ തശ്രബൂൻ, അദ്ദേഹം കുടിക്കുന്നു, നിങ്ങൾ കുടിക്കുന്നത് പോലെ തന്നെ. വലയിൻ അത്തഴത്തും ബശറം മിസ്ലക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ അനുസരിക്കുന്നത് എങ്കിൽ, ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, അപ്പോൾ നിങ്ങൾ ഏറ്റവും നഷ്ടക്കാരായി മാറും, നഷ്ടപ്പെട്ടവരായിത്തീരും.
ആ യഈദുക്കും അദ്ദേഹം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണോ? അന്നക്കും ഇദാ മിത്തും, നിങ്ങൾ മരണപ്പെട്ടാൽ, വക്കുന്തും തുറാബൻ, നിങ്ങൾ മണ്ണായി മാറിയാൽ, വഴിലാമൻ, നിങ്ങൾ എല്ലുകളായി മാറിയാൽ, അന്നക്കും മുഹ്റജൂൻ, നിങ്ങൾ വീണ്ടും പുറത്ത് കൊണ്ടുവരപ്പെടും ജീവനോടെ എന്ന് അദ്ദേഹം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുകയാണോ? നിങ്ങൾ മരിച്ച മണ്ണായി എല്ലായി കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങളെ ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നയാൾ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുകയാണോ? ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് നൽകപ്പെട്ട ആ വാഗ്ദാനം എത്രയെത്ര വിദൂരമാണ്, എത്രയെത്ര ദൂരത്തുള്ള വാഗ്ദാനമാണ് അദ്ദേഹം നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ നൂഹ് അലൈഹി ഇസ്ലാമിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമുദായത്തെ വളർത്തിക്കൊണ്ടുവന്നു, മറ്റൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അത് ആദ് സമുദായത്തിലേക്കുള്ള ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ആവണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ തൊട്ട് ശേഷം വന്ന പ്രവാചകൻ മറ്റ് സൂറത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദിലേക്ക് വന്ന ഹൂദ് അലൈഹി ഇസ്ലാം ആയിരുന്നു എന്നാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അവരിൽ നിന്ന് തന്നെ ഫാർസൽനാ ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ദൂതനായിട്ടാണ് അവർക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞത് അനിഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യർ നിങ്ങൾക്കില്ല എന്നും, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്നൊക്കെ അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. മറ്റ് പ്രവാചകന്മാരെ പോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അദ്ദേഹവും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവരിൽപ്പെട്ട പ്രമാണിമാർ, ആ പ്രമാണിമാർ അല്ലദീന കഫറു വ കദ്ദബു ബിലിഖാഇൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിശ്വസിക്കാത്ത, അതിനെ നിരസിച്ച, അതേപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾ, ആ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല വഅത്രഫ്നാഹും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൽകിയിട്ടുണ്ട്. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക വിഭവങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞ കാര്യം, മാ ഹാദായില്ല ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം. പ്രവാചകരിൽ അദ്ദേഹം അവർ കണ്ടിട്ടുള്ള പ്രമാണിമാർ കണ്ടിട്ടുള്ള ദോഷം, അദ്ദേഹം മനുഷ്യനാണ്, നിങ്ങൾ തിന്നുന്നത് പോലെ അദ്ദേഹം തിന്നുന്നു, നിങ്ങൾ കുടിക്കുന്നത് പോലെ അദ്ദേഹം കുടിക്കുന്നു, അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രവാചകനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. ആ പ്രവാചകന് നമ്മളെപ്പോലെ ആവാൻ പാടില്ല, ഒരു മലക്കോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള സൃഷ്ടികളോ ആവണം, മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കാൻ പാടില്ല എന്നായിരുന്നു ആ പ്രമാണിമാരുടെ വാദം. എന്നിട്ട് അവർ പറയുന്നത് വലയിൻ അതാഴത്തും ബശറം മിസ്ലക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ ഇന്നക്കും ഇതല്ല ഖാസിറൂൻ, നിങ്ങളാകെ നശിച്ചുപോയി, നിങ്ങൾ നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു പോയി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന നിങ്ങൾക്ക് നൽകപ്പെടുന്ന ആ വാഗ്ദാനം എത്രയെത്ര വിദൂരമാണ് എന്നും അവർ പറയുകയുണ്ടായി. അപ്പം നമ്മളെപ്പോലെയുള്ള മനുഷ്യൻ നമ്മളെ നയിക്കാൻ പാടില്ല, മനുഷ്യൻ നയിക്കരുത്. അതുപോലെ തന്നെ അവർക്ക് അതുപോലുള്ള അവരുടെ കൂട്ടത്തിലുള്ള പ്രമാണിമാരായ ആളായി വന്നില്ല എന്നതുകൊണ്ടാവാം അവരിതിനെ വല്ലാതെ ധിക്കരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽപ്പെട്ട ആളുകൾക്ക്, മനുഷ്യരുടെ എല്ലാ സ്വഭാവമുള്ള ആളുകൾക്ക്, അത്തരം ആളുകളെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തത്. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ ക്ഷീണവും വിഷമവും ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷീണമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ ധിക്കരിക്കാൻ അവർക്കൊരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അതല്ല, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ. പക്ഷേ അള്ളാഹു ദിവ്യബോധനം നൽകിയിട്ടില്ല,
വഹി നൽകിയിട്ടുള്ള ആൾ. ഇതാണ് പ്രവാചകൻ്റെ വ്യത്യാസം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത്. അത് ധിക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ആ പ്രവാചകനെയോ അദ്ദേഹം പറയുന്ന കാര്യമോ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നത് മാത്രമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.